ഇതൊരു കായാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ പണ്ട് കാലത്തൊന്നും നമ്മൾ സോപ്പ് ഉണ്ടാക്കുകയോ എടുക്കുകയൊന്നും ചെയ്യാറില്ല. ഇതാണ് ഈ കായും കൊണ്ടാണ് നമ്മൾ പണ്ടൊക്കെ ഉപയോഗിക്കുക. കൈ കഴുകാൻ എന്തൊക്കെയൊക്കെ ചെയ്യേണ്ടത്, അതിൻ്റെ മെച്ചടം നമുക്കറിയാറില്ല. ഇതാണ് ആ സാധനം. ഈ കൈ ഉപയോഗിച്ച് കഴിഞ്ഞു വെച്ചാൽ കൈയും കാലും ഒക്കെ സോപ്പിനെ പോലെ തന്നെ പതയ്ക്കും. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ശരി. നമ്മൾ ആദ്യം ഈ കായില് പൊട്ടിക്കുക. അതങ്ങനെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് വെള്ളം വെക്കാം. എന്നിട്ട് നമുക്ക് ഉരയ്ക്കാം. നമ്മുടെ കൈ നന്നായി പതഞ്ഞു വരുന്നുണ്ട്. ഇതാ കണ്ടില്ലേ? നമുക്ക് ഇതേപോലെ എന്താണ് പതച്ചെടുക്കാം. മണമോ ഒന്നും ഉണ്ടായില്ല. നമ്മുടെ കൈ നല്ല ഫ്രഷ് ആയി കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് പഴയതില്ലേ ചന്ദ്ര ചേച്ചി? സോപ്പ്. ഇപ്പോൾ നമ്മൾ കെമിക്കലായിട്ടുള്ള സോപ്പുകളൊക്കെ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കണം. ഇതാകുമ്പോൾ ഇതിലൊരു പ്രശ്നമൊന്നുമില്ല, ശരീരത്തിന് കുഴപ്പമൊന്നുമില്ല അല്ലേ? കൈ കഴുകണ നല്ല വൃത്തിയാവുകയൊക്കെ ചെയ്യും. അപ്പോൾ ചന്ദ്ര ചേച്ചിൻ്റെ വക പുതിയ സോപ്പിൻ്റെ കണ്ടുപിടുത്തുണ്ട്. അറിയാത്ത ആൾക്കാർക്കായിട്ട് ചന്ദ്ര ചേച്ചിൻ്റെ വക. ഓക്കെ, ശരി.